ഈ അന്ത്യകാലത്ത് ഒരു വിശ്വാസി പ്രാർത്ഥിക്കേണ്ട ഏറ്റവും വലിയ കൃപാവരം എന്താ? വിവേചനവരം. രോഗശാന്തി ഒന്നും കിട്ടിയില്ല വേണ്ട, ഭൂതശാന്തി കിട്ടിയില്ല വേണ്ട, പ്രവചനവും അത്ഭുതവും ഒന്നും കിട്ടിയില്ല വേണ്ട. പക്ഷെ ഒരു വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തിയിൽ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവാണോ അല്ലയോ എന്ന് ആത്മാവിൽ വിവേചിക്കറിയാനുള്ള ഒരു വിവേചന വരത്തിനായി ദൈവസഭ ഈ അന്ത്യകാലത്ത് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. പണ്ട് അടിസ്ഥാന പെന്തക്കോസ് സഭകളിൽ, പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ അടിസ്ഥാന പെന്തക്കോസ് സഭകളിൽ സഹോദരിമാർക്ക് കൃപാവരമുണ്ടായിരുന്നു. ഒരുത്തൻ പ്രസംഗിക്കുമ്പോൾ സഹോദരിമാര് വിവേചിച്ചിട്ട് പറയും, ഇരിയടോ അവിടെയെന്ന്. കാലമുണ്ടായിരുന്നു വിവേചനപരം. ഇന്ന് പെണ്ണുങ്ങൾക്ക് ഇതൊന്നും വേണ്ട. ഇല്ല, ഫേസ്ബുക്കിനകത്ത് കയറിയിരുന്ന് അത്തള പുത്തള എന്നും പറഞ്ഞ് ചുമ്മാ വായി തോന്നുന്ന ദൂത് പറച്ചിലാണ് ജോലി. വേദപുസ്തകം പറയുന്നു അന്യഭാഷയിൽ സംസാരിക്കുന്ന മനുഷ്യരോടല്ല. ഇത് ലൈവിൽ കയറിയിരുന്നോണ്ട് അന്യഭാഷ പറയും. ആരോടാണോ എന്തോ ലൈവിലിരുന്നോണ്ട് അങ്ങ് അന്യഭാഷ ഒട്ടിക്കുക. ആരോടാണോ? ദൈവത്തോടാണെന്നാണ് വചനം. ദൈവത്തോട് സംസാരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്കൂടെ എങ്ങനെ ഈ കമന്റ് വായിക്കുന്നത്? അതും എനിക്ക് മനസ്സിലായിട്ടില്ല. ലൈവിലിരുന്ന് അന്യഭാഷ പറയുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് പറയുമ്പോൾ രസമാണെങ്കിലും ഒരിക്കൽ നമ്മുടെ ഈ കൊട്ടാരക്കര കരിക്കത്തിനടുത്തൊരു പെണ്ണുപിള്ളയുണ്ട്. ഇതുപോലെ ലൈവ് കയറിയിരുന്ന് അങ്ങ് പ്രാർത്ഥിക്കുകയാണ്. അപ്പം പ്രാർത്ഥനാ വിഷയം ആളുകൾ എന്ത് ചെയ്യുക? കമന്റിൽ. അപ്പം ഇവർ ഓരോ കമന്റും വായിച്ചിട്ട് അന്യഭാഷ പറയുക. അപ്പം അതിൽ ഒരുത്തൻ എഴുതി വിടുക, ഞാൻ ഫേസ്ബുക്കിൽ കണ്ടതാ, ഒരുത്തൻ എഴുതി വിടുക, പിന്നെ മംഗലശ്ശേരി നീലകണ്ഠന് കയ്യും കാലും ഒടിഞ്ഞു കിടക്കുന്നു പ്രാർത്ഥിക്കണമെന്ന്. ഉടനെ ഈ പെണ്ണുമ്പിള്ള അന്യഭാഷ പറഞ്ഞുകൊണ്ട് പറയാ, നീലകണ്ഠന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടാവും? അത് ആ സൗകര്യം കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇല്ലേ? കണ്ടിട്ടില്ലേ? ഫേസ്ബുക്ക് എല്ലായിടത്തും വന്നതാ. നമ്മുടെയൊക്കെ വാട്സാപ്പിൽ കിട്ടിയതാ. എനിക്കും കിട്ടിയായിരുന്നു. വായിച്ച് ചിരിച്ച് ഊപ്പാട് വന്നു. അപ്പൊ ഇവര് ഈ അന്യഭാഷയെ സംസാരിച്ചത് ദൈവത്തോട് വല്ലതും ആണോ? പ്രവാചകൻ പ്രാർത്ഥിച്ചിട്ട്, ഞാൻ പണ്ട് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ മസ്കറ്റിൽ പോയ സമയത്ത് ഈ ക്യാമ്പിൽ, ജോലി ചെയ്യുന്ന ക്യാമ്പിൽ ഒരു പാസ്റ്റർ വിളിച്ചുകൊണ്ട് പോയി. ലേബറായിട്ടുള്ള ആളുകളോട് ഒന്ന് സംസാരിക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ്. അവിടെ ചെന്നപ്പോഴത്തേക്ക് സൗരന്മാരൊക്കെ വന്നപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, അയ്യോ പേഴ്സ് കാണുന്നില്ലെന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ ഭാരപ്പെടാതെ സാവകാശത്തിൽ കിട്ടുമെന്ന് പറഞ്ഞ് എല്ലാവരും എപ്പോഴും. ഉടനെ പുള്ളി ഫോണെടുത്ത് നാട്ടിലുള്ള പ്രവാചകനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ പ്രാർത്ഥിക്കണം, പേഴ്സ് കാണുന്നില്ലെന്ന് പറഞ്ഞു. ഉടനെ ഈ പുള്ളിക്കാരൻ, അപ്പം ഞാനിത് അതിശയത്തോടെ നോക്കിക്കൊണ്ടിരിക്കുക അവിടെ. ഉടനെ ഈ പുള്ളിക്കാരൻ സ്പീക്കറിലിട്ട്, അന്നേരം മറ്റേ പുള്ളി അന്യഭാഷ അങ്ങോട്ട് ടക്കടക്കുന്ന അന്യഭാഷ അടിച്ചിട്ട് പുള്ളിക്കാരൻ പറയാ, പേടിക്കേണ്ട ബ്രദറെ, പരിധി വിട്ടു പോയിട്ടില്ലെന്ന്. കാര്യം എവിടെ എന്താണെന്നൊന്നും പറയാൻ അറിയത്തില്ലല്ലോ. അപ്പം പരിധി വിട്ടു പോയിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പുള്ളിയോട് പറഞ്ഞു, എന്നാൽ പേടിക്കണ്ട, ചായ കുടിക്കാൻ പോയായിരിക്കും, വന്നോളൂ എന്ന് പറഞ്ഞു. ഇതൊക്കെ നമ്മൾ എന്ത് പറയാനാ? സകല കള്ളപ്രവാചകന്മാരും ലോകത്തിന് മുമ്പിൽ പ്രസിദ്ധമാകും. അപ്പൊ പ്രസിദ്ധമാകണമെന്ന് വചനം കിടക്കുന്നുണ്ട്. ഞങ്ങളെപ്പോലുള്ളവരെ പരസ്യമായി പറയാൻ പരിശുദ്ധാത്മാവ് പറയുന്നത്. പ്രസിദ്ധമാകണം. നമ്മൾ മനസ്സിലാക്കണമെന്ന് കുറെ പെണ്ണുങ്ങൾ വെളിവും വെള്ളിയാഴ്ച ഇല്ലാതെ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അടിസ്ഥാന ഉപദേശത്തിലും അടിസ്ഥാന സഭയിൽ നിന്നവര് ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ സ്നാനപ്പെടാത്തവർക്കും കർത്തൃമേശ കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവരുടെ കൂടെ പോയി. വീട്ടിൽ അച്ഛനും അമ്മയും മക്കളും എല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് എന്ത് ചെയ്യണം? കർത്തൃമേശ നടത്തണമെന്ന് പറഞ്ഞപ്പോൾ അടിസ്ഥാന സഭയിൽ നിന്ന് ഒരു കൂട്ടം എങ്ങോട്ട് പോയി? അവരുടെ പിന്നാലെ. ഇത് തന്നെയല്ലേ എഴുതി വെച്ചേക്കുന്നേ? അല്ലേ? ഇന്നിവിടെ വട്ടത്തരം പറയുന്നവരുടെ പിന്നാലെ അല്ലേ ആൾക്കൂട്ടം? ആണോ? ബ്രദറിന്റെ അടുക്കലൊന്ന് പോണം. ബ്രദർ അവിടെ വന്നിട്ടുണ്ട്. ബ്രദർ പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം മനസ്സിലാക്കണം, ഇവരാരും അമ്പലത്തിൽ നിന്നും പള്ളിയിൽ നിന്നും പരുമലയിൽ നിന്നൊന്നും വന്നവരല്ല. ഇന്നലെ വരെ സത്യവചനം പ്രസംഗിച്ചുകൊണ്ട് നടന്ന ആളുകൾ ഒരു പ്രഭാതം ഇരുട്ടി വെളുത്തപ്പോൾ വിഡ്ഢിത്തരങ്ങൾ പറയാൻ തുടങ്ങി. അപ്പൊ ദൈവസഭ അവരെ നോക്കി പറഞ്ഞു, ഇവർ കൾട്ടാണ് പഠിപ്പിക്കുന്നത്, ഇവരെ അനുഗമിക്കരുത്, ഇവർ കൾട്ടാണ്, ഇവരിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവരുടനെ പോയി സ്വന്തം സഭകൾ ഉണ്ടാക്കി. സഭാ ശുശ്രൂഷകന്മാര് ഈ നിലപാടുള്ളവരായിരിക്കണം. ഞാൻ ഈ സഭയിൽ നിന്ന് മാറിയതിന് ശേഷം നിങ്ങൾ ആരെ വേണമെങ്കിലും വിളിക്കോ, തുള്ളിക്കോ, ചാടിക്കോ, മറിയോ, എന്ത് കോക്കാമ്പിച്ചും കാണിച്ചോ, പക്ഷെ ഞാൻ ഇവിടെ ചാർജ് ഇരിക്കുന്നിടത്തോളം വചനം വിട്ടുള്ള ഒരു കളി ഇതിൻ്റെ അകത്ത് നടക്കത്തില്ല എന്ന് പറയാൻ തൻ്റെ ഇടമുള്ളവരായിരിക്കണം സഭാ ശുശ്രൂഷകന്മാർ.
നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭ. കേട്ടോ, ദൈവത്തിന്റെ സഭ കർത്താവ് രക്തം കൊടുത്തു മേടിച്ചതാണ്. ചെറിയ കാര്യമല്ല. അവസാനത്തെ തുള്ളി രക്തം വരെ മറുവലയായി കൊടുത്തിട്ട് ഉരുവാക്കിയതാ ദൈവസഭ. ഞാൻ എൻ്റെ സഭയെ പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. കർത്താവ് വില കൊടുത്തു, സ്വന്തം രക്തം കൊടുത്തു വാങ്ങിയ ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ഈ ആട്ടിൻകൂട്ടത്തെ മുഴുവൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. എന്താ കാരണം? അടുത്ത വാക്ക്, ഞാൻ പോയ ശേഷം. കേട്ടോ, ഇങ്ങോട്ട് കേട്ടോ. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ദൈവജനത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. ഇതിനകത്തൊരു തൻ്റെ ഇടത്തിന്റെ വാക്കുണ്ട്. ജോയ് പാസ്റ്ററെ, ഞാൻ പാസ്റ്ററോട് സ്നേഹത്തോടെ പറയാം, ഈ വാക്ക് പോലെ ആയിരിക്കണം ദൈവദാസന്മാർ. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും. അതിൻ്റെ അകത്തൊരു മറുവശമുണ്ട്. ഞാൻ ഇരിക്കുന്ന കാലത്തോളം കയറത്തില്ല ഇതിൻ്റെ അകത്ത്. സഭാ ശുശ്രൂഷകന്മാര് ഈ നിലപാടുള്ളവരായിരിക്കണം. ഞാൻ ഈ സഭയിൽ നിന്ന് മാറിയതിന് ശേഷം നിങ്ങൾ ആരെ വേണമെങ്കിലും വിളിക്കോ, തുള്ളിക്കോ, ചാടിക്കോ, മറിയോ, എന്ത് കോക്കാമ്പിച്ചും കാണിച്ചോ, പക്ഷെ ഞാൻ ഇവിടെ ചാർജ് ഇരിക്കുന്നിടത്തോളം വചനം വിട്ടുള്ള ഒരു കളി ഇതിൻ്റെ അകത്ത് നടക്കത്തില്ല എന്ന് പറയാൻ തൻ്റെ ഇടമുള്ളവരായിരിക്കണം സഭാ ശുശ്രൂഷകന്മാർ. മനസ്സിലായോ? പൗലോസ് പറഞ്ഞ വാക്കാ എന്നെ രോമാഞ്ചം കൊള്ളിക്കുന്ന വാക്കാ. ഞാൻ പോയ ശേഷം. ഞാൻ ഇരിക്കുന്നിടത്തോളം നടക്കുകയില്ലെന്ന് പറഞ്ഞാൽ നടക്കുകയില്ല എന്നൊരർത്ഥം അതിൻ്റെ പിറകിലുണ്ട്. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നാക്കൾ നിങ്ങളുടെ ഇടയിൽ കിടക്കും. ശ്രദ്ധിച്ചോ. എവിടുന്ന് അടുത്ത വാക്ക്, ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി. ഈ വാക്കൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു വായിക്കണം കേട്ടോ. നമ്മളിതിങ്ങനെ വായിച്ചു വിടും, ഇതിന്റെ അർത്ഥം ഒന്നും ഗ്രഹിക്കുകയല്ല. എഴുതിയിരിക്കുന്ന എന്താ ശ്രദ്ധിച്ചോണം. നിലവിൽ ശിഷ്യന്മാരായിരിക്കുന്നവരെ തങ്ങളുടെ പിന്നാലെ പഠിച്ചു പോണം. നിലവിൽ ശിഷ്യന്മാരായിരിക്കുന്നവരെ. ആരാ ശിഷ്യന്മാര്? നിങ്ങൾ എൻ്റെ യോഹന്നാൻ 8:31, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി. അല്ലേ? അപ്പോൾ ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ ആരാ? വചനത്തിൽ നിലനിൽക്കുന്നവര്. ഇവിടെ ഈ വരുന്നവർക്ക് ആവശ്യം ആരാ? വാക്യം മാറ്റല്ലേ. അപ്പോസ്തല പ്രവൃത്തി 20:28. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ. അപ്പൊ ഇവർക്ക് ആവശ്യം ഈ തങ്ങളുടെ പിന്നാലെ. അവർക്ക് ആവശ്യം ആരെയാ? വചനത്തിൽ നിലനിൽക്കുന്നവരെ. പോയിന്റ് മനസ്സിലാക്കിക്കോണം. വചനത്തിൽ നിലനിൽക്കുന്ന ആളുകളെ, അടിസ്ഥാന ഉപദേശത്തിലും വേർപാടിന്റെ ഉപദേശത്തിലും കൃത്യമായി നിലനിൽക്കുന്ന ആളുകളെയാണ് ഇവർ തിരഞ്ഞെടുക്കുന്നത്. എന്നിട്ട് അവരെ ആരുടെ പിന്നാലെ കൊണ്ടുപോകണം? തങ്ങളുടെ പിന്നാലെ. അവരുടെ പിന്നാലെ കൊണ്ടുപോകാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. എല്ലാവരും ഒന്ന് പറഞ്ഞേ, എവിടുന്ന്? അമ്പലത്തിൽ നിന്ന് വരുമെന്നാണോ? പിന്നെ കത്തോലിക്കന്ന് വരുമെന്നാണോ? മാർത്തോമേന്ന് വരുമെന്നാണോ? നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. ഇന്ന് വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന സജിത്തും ലോറൻസും പിന്നെ പിന്നി സ്റ്റീഫനും റൈസൻ തോമസും താരും ഇതൊക്കെ എവിടെ നിന്ന് ഇറങ്ങിയതാ? പറ. അമ്പലത്തിൽ നിന്ന് വന്നതാണോ? ഇവനെല്ലാം ഇവിടെ കിടന്ന് പയറ്റി തെളിഞ്ഞതാ. പെന്തക്കോസിന്റെ അകത്ത് കിടന്ന് പയറ്റി തെളിഞ്ഞിട്ട് ഇപ്പം വെളിവും വെള്ളിയാഴ്ച ഇല്ലാതെ വായി തോന്നുന്നതെല്ലാം പറഞ്ഞുകൊണ്ട് നടക്കുക. അവരുടെ പിന്നാലെ പോയതാരാ? അടിസ്ഥാന ഉപദേശത്തിലും അടിസ്ഥാന സഭയിൽ നിന്നവര് ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ സ്നാനപ്പെടാത്തവർക്കും കർത്തൃമേശ കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവരുടെ കൂടെ പോയി. വീട്ടിൽ അച്ഛനും അമ്മയും മക്കളും എല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് എന്ത് ചെയ്യണം? കർത്തൃമേശ നടത്തണമെന്ന് പറഞ്ഞപ്പോൾ അടിസ്ഥാന സഭയിൽ നിന്ന് ഒരു കൂട്ടം എങ്ങോട്ട് പോയി? അവരുടെ പിന്നാലെ. ഇത് തന്നെയല്ലേ എഴുതി വെച്ചേക്കുന്നേ? അല്ലേ? ഇന്നിവിടെ വട്ടത്തരം പറയുന്നവരുടെ പിന്നാലെ അല്ലേ ആൾക്കൂട്ടം? ആണോ? ബ്രദറിന്റെ അടുക്കലൊന്ന് പോണം. ബ്രദർ മനസ്സിലായോ? നമ്മുടെ ആളുകൾ പറയുന്ന വാക്കാ ഇത്. ബ്രദർ അവിടെ വന്നിട്ടുണ്ട്. ബ്രദർ പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം മനസ്സിലാക്കണം, ഇവരാരും അമ്പലത്തിൽ നിന്നും പള്ളിയിൽ നിന്നും പരുമലയിൽ നിന്നൊന്നും വന്നവരല്ല. ഇന്നലെ വരെ സത്യവചനം പ്രസംഗിച്ചുകൊണ്ട് നടന്ന ആളുകൾ ഒരു പ്രഭാതം ഇരുട്ടി വെളുത്തപ്പോൾ വിഡ്ഢിത്തരങ്ങൾ പറയാൻ തുടങ്ങി.
അപ്പോൾ ദൈവസഭ അവരെ നോക്കി പറഞ്ഞു, ഇവർ കൾട്ടാണ് പഠിപ്പിക്കുന്നത്, ഇവരെ അനുഗമിക്കരുത്, ഇവർ കൾട്ടാണ്, ഇവരിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവരുടനെ പോയി സ്വന്തം സഭകളുണ്ടാക്കി. അപ്പോൾ എന്ത് ചെയ്തു? കുറേ ആളുകൾ ഇവരുടെയൊക്കെ പിന്നാലെ പോയി. ഇനി അതിന് പറയുന്ന ന്യായീകരണം എന്താ? അവരുടെ പിന്നാലെയൊക്കെ അത് നമുക്ക് പിന്നാലെ വരാം. അപ്പൊ ഇത് എവിടുന്ന് വരുമെന്നാ പറഞ്ഞത്? നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും എന്നാണ് പറഞ്ഞത്. അതിന്റെ ഒരു തെളിവ് 1 യോഹന്നാൻ 2:18 കൂടെ വായിച്ചോ. ഇതിന്റെ ഒരു ഇണവാക്യം. കുഞ്ഞുങ്ങളെ ഇത് അന്ത്യനാഴികയാകുന്നു. എതിർ ക്രിസ്തു വരുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അനേകം എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കുകയാൽ അന്ത്യനാഴികയാകുന്നു നമുക്കറിയാം. അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു എങ്കിലും നമുക്കുള്ളവർ ആയിരുന്നില്ല. കണ്ടോ? അവർ എവിടുന്നാ പുറപ്പെട്ടെ? വായിച്ചിട്ട് പറ. നമ്മുടെ ഇടയിൽ നിന്നാണ് ഇവരെല്ലാം പുറപ്പെട്ടത്. അവരത്രയും കാലം നമ്മുടെ ഇടയിലായിരുന്നു, പക്ഷെ അവർ നമുക്കുള്ളവര് അല്ലായിരുന്നു. അവിടെയാണ് വിവേചനം. മനസ്സിലായോ? ഈ അന്ത്യകാലത്ത് ഒരു വിശ്വാസി പ്രാർത്ഥിക്കേണ്ട ഏറ്റവും വലിയ കൃപാവരം എന്താ? വിവേചനവരം. രോഗശാന്തി ഒന്നും കിട്ടിയില്ല വേണ്ട, ഭൂതശാന്തി കിട്ടിയില്ല വേണ്ട, പ്രവചനവും അത്ഭുതം ഒന്നും കിട്ടിയില്ല വേണ്ട. പക്ഷെ ഒരു വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തിയിൽ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവാണോ അല്ലയോ എന്ന് ആത്മാവിൽ വിവേചിക്കറിയാനുള്ള ഒരു വിവേചന വരത്തിനായി ദൈവസഭ ഈ അന്ത്യകാലത്ത് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു, ഗൗരവമായി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ വിവേചനപരം പ്രാപിക്കുന്നവനെ മുമ്പോട്ടുള്ള കാലത്ത് കൃപയിൽ നിൽക്കാൻ പറ്റൂ. സ്തോത്രം. പണ്ട് അടിസ്ഥാന പെന്തക്കോസ് സഭകളിൽ, പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ അടിസ്ഥാന പെന്തക്കോസ് സഭകളിൽ സഹോദരിമാർക്ക് കൃപാവരമുണ്ടായിരുന്നു. ഒരുത്തൻ പ്രസംഗിക്കുമ്പോൾ സഹോദരിമാര് വിവേചിച്ചിട്ട് പറയും, ഇരിയടോ അവിടെയെന്ന്. കാലമുണ്ടായിരുന്നു വിവേചനപരം. ഇന്ന് പെണ്ണുങ്ങൾക്ക് ഇതൊന്നും വേണ്ട. ഇല്ല, ഫേസ്ബുക്കിനകത്ത് കയറിയിരുന്ന് അത്തള പുത്തളെന്നും പറഞ്ഞ് ചുമ്മാ വായി തോന്നുന്ന ദൂത് പറച്ചിലാണ് ജോലി. വേദപുസ്തകം പറയുന്നു അന്യഭാഷയിൽ സംസാരിക്കുന്ന മനുഷ്യരോടല്ല. ഇത് ലൈവിൽ കയറിയിരുന്നോണ്ട് അന്യഭാഷ പറയും. ആരോടാണോ എന്തോ ലൈവിലിരുന്നോണ്ട് അങ്ങ് അന്യഭാഷ ഒട്ടിക്കുക. ആരോടാണോ? ദൈവത്തോടാണ് വചനം. ദൈവത്തോട് സംസാരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്കൂടെ അങ്ങനെ ഈ കമന്റ് വായിക്കുന്നത്, അതും എനിക്ക് മനസ്സിലായിട്ടില്ല. ലൈവിലിരുന്ന് അന്യഭാഷ പറയുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് പറയുമ്പോൾ രസമാണെങ്കിലും ഒരിക്കൽ നമ്മുടെ ഈ കൊട്ടാരക്കര കരിക്കത്തിനടുത്തൊരു പെണ്ണുപിള്ളയുണ്ട്. ഇതുപോലെ ലൈവ് കയറിയിരുന്ന് അങ്ങ് പ്രാർത്ഥിക്കുകയാണ്. അപ്പം പ്രാർത്ഥനാ വിഷയം ആളുകൾ എന്ത് ചെയ്യുക? കമന്റിൽ. അപ്പം ഇവർ ഓരോ കമന്റും വായിച്ചിട്ട് അന്യഭാഷ പറയുക. അപ്പം അതിൽ ഒരുത്തൻ എഴുതി വിടുക, ഞാൻ ഫേസ്ബുക്കിൽ കണ്ടതാ, ഒരുത്തൻ എഴുതി വിടുക, പിന്നെ മംഗലശ്ശേരി നീലകണ്ഠന് കയ്യും കാലും ഒടിഞ്ഞു കിടക്കുന്നു പ്രാർത്ഥിക്കണമെന്ന്. ഉടനെ ഈ പെണ്ണുമ്പിള്ള അന്യഭാഷ പറഞ്ഞുകൊണ്ട് പറയാ, നീലകണ്ഠന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടാവും? അത് കണ്ട, ആ സൗകര്യം കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ലേ? കണ്ടിട്ടില്ലേ? ഫേസ്ബുക്ക് എല്ലായിടത്തും വന്നതാ, നമ്മുടെയൊക്കെ വാട്സാപ്പിൽ കിട്ടിയതാ, എനിക്കും കിട്ടിയായിരുന്നു. വായിച്ച് ചിരിച്ച് ഉപ്പാട് വന്നു. അപ്പൊ ഇവര് ഈ അന്യഭാഷയെ സംസാരിച്ചത് ദൈവത്തോട് വല്ലതും ആണോ? നമ്മൾ മനസ്സിലാക്കണമെന്ന്. കുറെ പെണ്ണുങ്ങൾ വെളിവും വെള്ളിയാഴ്ച ഇല്ലാതെ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ബൈബിളിന്റെ ഭാഷയെ പറഞ്ഞാൽ എത്ര പഠിച്ചിട്ടും പരിജ്ഞാനം പ്രാപിക്കാത്ത പെണ്ണുങ്ങൾ എന്ന് തന്നെയാ. സ്തോത്രം. കാരണം ദൈവവചന അടിസ്ഥാനം ഇല്ലെന്നേ. അപ്പൊ ഇവരിങ്ങനെ ലൈവിലിരുന്ന് ഇങ്ങനെ പറയാൻ കുറെ പേരുണ്ടാകുമ്പോഴത്തേക്ക് ആളുകൾ അടിയിലോട്ട് പ്രാർത്ഥനാ വിഷയം. കുറച്ചു നാളായി മുട്ട ഇട്ടുകൊണ്ടിരുന്ന കോഴിയാണ്, ഇപ്പൊ എന്ത് ചെയ്യുന്നില്ല, മുട്ട ഇടുന്നില്ല. അപ്പൊ കാരണം എന്താന്ന്? ഇപ്പൊ പ്രവാചകൻ പ്രാർത്ഥിച്ചിട്ട്, ഞാൻ പണ്ട് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ മസ്കറ്റിൽ പോയ സമയത്ത് ഈ ക്യാമ്പിൽ, ജോലി ചെയ്യുന്ന ക്യാമ്പിൽ ഒരു പാസ്റ്റർ വിളിച്ചുകൊണ്ട് പോയി. ലേബറായിട്ടുള്ള ആളുകളോട് ഒന്ന് സംസാരിക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ്. അവിടെ ചെന്നപ്പോഴത്തേക്ക് സൗരന്മാരൊക്കെ വന്നപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, അയ്യോ പേഴ്സ് കാണുന്നില്ലെന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ ഭാരപ്പെടാതെ സാവകാശത്തിൽ കിട്ടുമെന്ന് പറഞ്ഞ് എല്ലാവരും എപ്പോഴും ഉടനെ പുള്ളി ഫോണെടുത്ത് നാട്ടിലുള്ള പ്രവാചകനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ പ്രാർത്ഥിക്കണം, പേഴ്സ് കാണുന്നില്ലെന്ന് പറഞ്ഞു. ഉടനെ ഈ പുള്ളിക്കാരൻ, അപ്പം ഞാനിത് അതിശയത്തോടെ നോക്കിക്കൊണ്ടിരിക്കുക അവിടെ. ഉടനെ ഈ പുള്ളിക്കാരൻ സ്പീക്കർ ഇട്ട്, അന്നേരം മറ്റേ പുള്ളി അന്യഭാഷ അങ്ങോട്ട് ടക്കടക്കടക്കടക്കുന്ന അന്യഭാഷ അടിച്ചിട്ട് പുള്ളിക്കാരൻ പറയാ, പേടിക്കണ്ട ബ്രദറെ, പരിധി വിട്ടു പോയിട്ടില്ലെന്ന്. കാര്യം എവിടെ എന്താണെന്നൊന്നും പറയാൻ അറിയത്തില്ലല്ലോ. അപ്പം പരിധി വിട്ടു പോയിട്ടില്ലെന്ന് പറഞ്ഞു.
അപ്പം ഞാൻ പുള്ളിയോട് പറഞ്ഞു, എന്നാൽ പേടിക്കണ്ട, ചായ കുടിക്കാൻ പോയായിരിക്കും, വന്നോളൂ എന്ന് പറഞ്ഞു. ഞാൻ ഇതൊക്കെ നമ്മൾ എന്ത് പറയാനാ? അപ്പം നമ്മൾ മനസ്സിലാക്കണം, അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടെങ്കിലും നമുക്കുള്ളവരായിരുന്നില്ല എങ്കിൽ നമ്മോട് കൂടെ പാർക്കുമായിരുന്നു. അവർ നമുക്കുള്ളവരായിരുന്നെങ്കിൽ അവർ അടിസ്ഥാന ഉപദേശത്തിൽ നിൽക്കുമായിരുന്നു ഇന്നും. പക്ഷെ അവർ നമ്മുടെ കൂട്ടത്തിൽ ഇന്നില്ല, കാരണം അവർ നമുക്കുള്ളവർ ആയിരുന്നില്ല. എന്നാൽ എല്ലാവരും നമുക്കുള്ളവരല്ല എന്ന് ഇത് കുറിച്ചിട്ടോണം. എന്ത് ചെയ്യണം? അവര് നമുക്കുള്ളവരല്ലെന്ന് എന്ത് ചെയ്യണം? പ്രസിദ്ധമാകണം. സകല കള്ളപ്രവാചകന്മാരും ലോകത്തിന് മുമ്പിൽ പ്രസിദ്ധമാകും. അപ്പൊ പ്രസിദ്ധമാകണമെന്ന് വചനം കിടക്കുന്നുണ്ട്. ഞങ്ങളെപ്പോലുള്ളവരെ പരസ്യമായി പറയാൻ പരിശുദ്ധാത്മാവ് പറയുന്നത്. പ്രസിദ്ധമാകണ്ടേ? പ്രസിദ്ധമാകണം. ഫോൺ വിളിച്ച് പറയാനല്ല പറഞ്ഞേക്കുന്നത്, പ്രസിദ്ധമാകണം. അവർ ദൈവസഭയ്ക്കുള്ളവരല്ല എന്ന് പ്രസിദ്ധമാകണം. അതിനാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ നിലപാട് എന്തായിരിക്കണം? ഗലാത്യ ലേഖനം 2-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ വായിക്കുക. ഗലാത്യ ലേഖനം 2:4 വേഗത്തിൽ. നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായി ആയിരുന്നു. കള്ള സഹോദരന്മാരിൽ നിന്ന് വേർപാട് പാലിക്കാൻ പറയുക. പിന്നെയും നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നമ്മെ അടിമപ്പെടുത്തേണ്ടതിന് ക്രിസ്തുവേശുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം ഉറ്റുനോക്കാൻ നുഴഞ്ഞു വന്നിരുന്നു. എന്നാൽ സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോട് കൂടെ നിലനിൽക്കേണ്ടതിന് ഞങ്ങൾ അവർക്കൊരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ല. അപ്പോസ്തലന്മാരുടെ നിലപാട് ഒരു നാഴിക പോലും. സഭയുടെ നിലപാട് കണ്ടോ? കള്ള സഹോദരന്മാർക്ക് വേണ്ടി ഒരു നാഴിക പോലും കോംപ്രമൈസ് ചെയ്യാൻ സഭ തയ്യാറായിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. റോമാലേഖനം 16:17 വായിച്ചോ. നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായ ദ്വന്ദ്വപക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചുകൊള്ളണമെന്ന് ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം? അവരോട് അകന്നു മാറണം. പാസ്റ്ററെ, ദൈവവചനത്തിൽ പഠിപ്പിച്ച ഉപദേശത്തിന് വിപരീതമായ പുതിയ തിയോളജിയും കൊണ്ട് വന്നിട്ട് സഭയ്ക്കകത്ത് കലക്കമുണ്ടാക്കാൻ, ഇടർച്ച ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരെയെല്ലാം അകന്നു മാറണമെന്ന്. അപ്പോസ്തലന്മാരുടെ കാലം മുതൽ പഠിപ്പിച്ച തിയോളജി പുസ്തകത്തിന്റെ അകത്തിരിക്കുമ്പോൾ ഇന്നലെ കിടന്നുറങ്ങി നേരം വെളുത്തപ്പോൾ ഒരുത്തൻ ഒരു വെളിവുകേട് തോന്നിയെന്ന്. അതാണോ ഉപദേശം? സ്തോത്രം. ഇത്രയും കാലങ്ങളായി പിതാക്കന്മാരുടെ കാലം തൊട്ട് പ്രസംഗിക്കപ്പെട്ട ഉപദേശം കേട്ട്, സുവിശേഷം കേട്ട് ജനം രക്ഷിക്കപ്പെട്ട്, സ്നാനപ്പെട്ട്, വേർപെട്ട്, പരിശുദ്ധാത്മാവിൽ, ദൈവകൃപയിൽ കർത്താവിന്റെ വരവിനായി ജീവിച്ച് ഈ അന്ത്യകാലത്ത് കർത്താവിന്റെ വരവ് ഏറ്റവും വാതിക്കലായിരിക്കുന്ന സമയത്ത് ഇന്നലെയും മെനഞ്ഞാന്ന് യുവമാർക്കുണ്ടായ വെളിവുകേട് കേട്ടിട്ട് വേണോ ഇനി ഒന്നേന്ന് ജനം രക്ഷിക്കപ്പെട്ട്, സ്നാനപ്പെട്ട് കർത്താവിന്റെ സന്നിധി പോകാൻ? ആണോ? അതുകൊണ്ട് പറയുക, അങ്ങനെയുള്ളവരോട് അകന്നു മാറിക്കോണം.